ഇത് കുറേ ദിവസം മുമ്പ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. കണ്ടപ്പോഴേ ചെറിയൊരു ഡൗട്ട് തോന്നിയില്ലേ? അതെ ഗൈസ്, നമ്മൾ കുഞ്ഞ് ട്രിപ്പ് പോകുന്നതാണ്. പാപ്പ രാവിലെ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കാറിൽ. നമ്മൾ നല്ല ചൂട് ചോറും പയറ് തോരനും ഒക്കെ ഉമ്മ എടുത്ത് വെക്കുകയാണ്. നല്ല മാങ്ങ അച്ചാറും പിന്നെ ബീഫ് പെരട്ടും വെള്ളക്കറിയൊക്കെ ഉമ്മ എടുത്ത് വെച്ചു. അപ്പം നമ്മൾ പോകണ തമിഴ്നാട്ടിലോട്ടാണേ. ഉച്ചയ്ക്ക് ഫുഡ് എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് ചോറ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കി നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം എടുത്ത സാധനങ്ങളാണ്. ഫ്രൂട്ടി, അച്ചപ്പം എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാപ്പായ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി, എന്നാലേ കുറച്ച് നേരത്തെ അവിടെ എത്താൻ പറ്റുള്ളൂ. കയറിയ പാടെ നമ്മൾ തലണൊക്കെ എടുത്ത് തുടച്ചിരിക്കുകയാണ്. എന്തൊക്കെയൊക്കെ പൊടിയുന്നു. അപ്പം ഞാനെന്നപ്പം കൂടി തുടച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം വഴിയേ കാണിച്ചു തരാം കേട്ടോ. പോയപ്പോൾ ചെറിയൊരു മഴ പോലെയൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു ചാറ്റൽ മഴ പോലെ. നമ്മൾ ബാക്കിൽ ബെഡൊക്കെ വിരിച്ച് സുഖമായിട്ട് കയറുന്നു കേട്ടോ. നമുക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, കിടക്കണമെങ്കിൽ കിടക്കാം. പിന്നെ ഇടയ്ക്ക് സ്നാക്സൊക്കെ എടുത്ത് കഴിച്ച് നമ്മൾ നൊങ്ക് കണ്ടപ്പോൾ നൊങ്ക് കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അത്യാവശ്യം ടേസ്റ്റുള്ള സർബത്തായിരുന്നു. ഞാൻ പോലും നൊങ്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ സർബത്ത് മാത്രമേ കുടിച്ചുള്ളൂ. പോയ വഴിക്ക് നല്ല കിടില മലകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ആസ്വദിച്ചാണ് പോയത്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ എന്തായാലും മലയും നല്ല കാറ്റാടിയൊക്കെ കാണാൻ പറ്റുമല്ലോ. അത് നല്ല കോടയൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പോഴേ നല്ല വയലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോയത്. കുറച്ച് പോയപ്പോൾ തന്നെ ഒരുപാട് കാറ്റാടികളുണ്ടായിരുന്നു. നമ്മളങ്ങനെ റൂം എത്തിയപ്പോൾ തന്നെ നമ്മൾ കയറിയിരുന്നു ബെഡിൽ. നമ്മൾ എത്തിയപ്പോൾ എന്തോ 4 മണി എന്തായി. നമ്മൾ വന്നപ്പോൾ നല്ല വിശപ്പായിരുന്നുകൊണ്ട് ഉമ്മ നമുക്ക് ചോറൊക്കെ എടുത്ത് തന്നു. കോറിഡോറിൻ്റെ അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എത്തിയ പാടെ തന്നെ ഉടുപ്പൊക്കെ ഊരിയിട്ട് നമ്മൾ പാർക്കിലോട്ട് കയറി കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, അങ്ങനെ നോക്കി പിടിച്ച് വന്നതാണ്. എന്തിനൊന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ ഗൈസ്, പാർക്കിൽ കളിക്കാൻ തന്നെ. അപ്പം അതിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ബീച്ചും പള്ളിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ നമ്മൾ എവിടെയാണ് വന്നെത്തുന്നത്. അങ്ങനെ സ്ഥലം എത്തി നമ്മൾ ആസ്വദിച്ച് കളിച്ച് തിമിർത്ത് കേട്ടോ. നമ്മൾ കണ്ട വാടനെ ഇറങ്ങി ഓടി. നമ്മൾ നിൽക്കാനൊന്നും പോയില്ല, നമ്മൾ ഒറ്റ ഓട്ടത്തിന് അങ്ങോട്ട് കടലിലോട്ട് ഇറങ്ങി. നബുവിന് പണ്ടൊന്ന് കടൽ കണ്ടാലേ പേടിയാണ്. ഇപ്പം നോക്കിയാൽ കടലിൽ നിന്ന് കയറ പോലുമില്ല. ഫുൾ ടൈം കടലിൽ തന്നെ, വിളിച്ചാലും അവൻ വരത്തൊന്നുമില്ല. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി നന്നായിട്ട് ആസ്വദിച്ച് കുളിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ പിന്നെ മാറ്റി. പിന്നെ ഒരു കോമഡി വീഡിയോ ഉണ്ട്, കണ്ട കോമഡി ആയില്ലേ ഗൈസ് നിങ്ങൾക്ക്? എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ ചിരിച്ച് ഞാനൊരു പരുവായി. ഞാൻ മാറ്റി തവളെ പോലെയല്ലേ ഇരുന്ന് ഗൈസ്. അപ്പം നമ്മൾ രണ്ടുപേരും കറക്കിയതാണ്. എനിക്ക് നേരെ അറിഞ്ഞൂടാത്തതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കറങ്ങിയത്. അടുത്ത് നബുവിനെ കറക്കി, നബുവിനെ കറക്കിയപ്പോൾ അതിനെ കാട്ടി കോമഡിയായിരുന്നു. നമ്മൾ ഐസ്ക്രീം കുടിച്ചു. നമ്മൾ കോണും ബാറൊക്കെയാണ് വാങ്ങിച്ചത്. ഉമ്മ ബട്ടർ സ്കോച്ചും ഞാനും നബും ചോക്ലേറ്റും. വാപ്പ മാത്രം ബാറാണ് വാങ്ങിച്ചത്. കാരണം വാപ്പയ്ക്ക് എവിടെ പോലും ബാറേ വാപ്പ കഴിക്കുള്ളൂ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വേറൊരു പള്ളിയുണ്ട്. നമ്മൾ ജസ്റ്റ് അവിടെയും കയറിയിട്ട് നേരെ റൂമിലോട്ട് വീണ്ടും വന്നു. ഇതാണ് നമ്മുടെ അടുത്ത റൂം. നമുക്ക് 4 പേർക്കും ധാരാളമായിരുന്നു കേട്ടോ. ഏകദേശം ഒരു വലിയൊരു റൂമെന്നും പറയാം. എൻ്റെ കൈ നേരത്തെ മുറിഞ്ഞിരുന്നു, അതിൽ കൂടെ വീണ്ടും ഒരു നൂല് കയറി വരിഞ്ഞ്, അങ്ങനെ ഞാൻ വീണ്ടും കരച്ചില്ലായി. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്. കണ്ടപ്പോൾ മനസ്സിലാക്കാണല്ലോ നമ്മൾ എവിടെയാണ് വന്നതെന്ന്. അതെ, നമ്മൾ ആറ്റേൻ്റെ പള്ളിയിലാണ് വന്നത്. പള്ളിയിലെ 2 സൈഡ് ഫുള്ള് കടകളായിരുന്നു. എവിടെ കയറണം എന്തിനാണ് ഫുള്ള് കൺഫ്യൂഷൻ. നമ്മൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ചായയും ബ്രൗണിയൊക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റായിരുന്നു ബ്രൗണി. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും പള്ളിയിലോട്ട് പോവുകയാണ്.
നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നേർച്ചയൊക്കെ കൊടുക്കും കേട്ടോ. പാലും പഴമാണ് അവരെല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒന്ന് നിൽക്കുകയാണ്. കാല് വീട്ട് നമ്മൾ അകത്തോട്ട് കയറാൻ നിൽക്കുകയാണ്. അകത്തോട്ട് കയറാൻ നോക്കിയപ്പോൾ ഫുള്ള് തിരക്ക്. പിന്നെ എൻ്റെ ചെറിയൊരു ഹാളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് ഞാൻ അപ്പോൾ അവിടുത്തെ കളിപ്പാട്ടം കണ്ടപ്പോൾ ആ വാപ്പയോട് വാപ്പ വാങ്ങിച്ച വാപ്പ ഓരോ കളിപ്പാട്ടങ്ങളെ പേരൊക്കെ പറയാണ്. വാങ്ങിച്ചേരാൻ ഇനി ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ വീണ്ടും സാഡായി. നമ്മൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നെന്ന്. എൻ്റെ കൈ മുറിഞ്ഞപ്പോൾ ഒരു ബാൻഡേജൊക്കെ വാങ്ങിച്ച് കെട്ടി നല്ല ബ്ലഡൊക്കെ പോയി. ഞാൻ പിന്നെയും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വാപ്പ ചുമ്മാ സാപ്പിട്ടൊക്കെ ഇരിക്കുകയാണ്. എന്തെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതൊക്കെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരാനാണ്. വാപ്പ അവസാനം ഒന്ന് പതഞ്ഞു. അങ്ങനെയാണ് നമുക്ക് വാങ്ങിച്ചത് ഗൈസ്. ഞാൻ വാങ്ങിച്ചത് കുറച്ച് ക്ലിപ്പൊക്കെയാണ് വാങ്ങിച്ചത്. എനിക്ക് അല്ലെങ്കിൽ ക്ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സ്പ്രിങ് പോലത്തെ വളയും ക്ലിപ്പൊക്കെയാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ നബുവിന് ഈ ഒരു സെറ്റ് സ്പൈഡർമാൻ്റെ ആണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ നേരെ കഴിക്കാൻ പോയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പൊറോട്ടയും സാലഡുമാണ്. എല്ലാം കൂടെ മിക്സ് ആയപ്പോൾ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വീണ്ടും പാർക്കിൽ തന്നെ ഓടിക്കയറി. ഉമ്മയും വാപ്പ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. വാപ്പ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ പാർക്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോൾ നിർത്താത്ത ചർവിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ സ്പീഡ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാത്രി അപ്പോൾ വേറെ ഫാമിലീസൊക്കെ വന്നു. പിന്നെ അവരോടെ നമ്മൾ കുറച്ച് നേരം കളിച്ചു. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മൾ ദോശയും സാമ്പാറൊക്കെയാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ കടയിൽ കയറി അതെന്ത് വാങ്ങാനാണെന്ന് മറന്നായി. ഇവിടെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ ചോറ് കിട്ടും. അപ്പോൾ അത് വാങ്ങാൻ ഇങ്ങനെ ക്യൂ ആണ് നിങ്ങളീ കാണണത്. അപ്പം നമ്മളവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കാലൊന്ന് കിഴച്ചിട്ട് വയ്യ മനുഷ്യന്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളൊരാളെ കണ്ടു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്ക്. നമ്മൾ കപ്പയും കാന്താരി യൂട്യൂബ് ചാനലിൻ്റെ അങ്കിളും ആൻറ്റിയാണ് കണ്ടത്. അത് നല്ല ഫ്രണ്ട്ലി ആണ്, പാവമാണ്. പിന്നെ നമ്മളിവിടെ നിന്ന് ചോറൊക്കെ വാങ്ങി റൂമിൽ നിന്ന് നമ്മൾ കഴിക്കാതിരിക്കുകയാണ്. കഴിക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇവർ നമ്മൾ തൊട്ടടുത്തുള്ള റൂമിൽ വന്ന ഫാമിലീസാണ്. എറണാകുളത്തുള്ള ഫാമിലിയാണ്. ആ കാക്കായി നല്ല ഫ്രണ്ട്ലിയാണ്. കുറേ നേരം നമ്മളിരുന്ന് സംസാരിച്ചു. ആ കാക്കായുടെ പേരെനിക്കൊന്ന് മറന്നുപോയി. നമ്മൾ കുറേ നേരം അവരുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ആ ചേച്ചി കല്യാണം കഴിക്കാൻ വേണ മാവനെയാണ് വീഡിയോകളൊക്കെ ചെയ്ത് എന്നെയൊക്കെ കാണിച്ചു. ഞാൻ നാണത്തിലേക്ക് സംസാരിച്ചു. പിന്നെ ആ ചേട്ടൻ്റെ പേര് നിഹാൽ എന്നാണ്. എൻ്റെ പേര് നിഹാല. പിന്നെ ആ ചേട്ടനെ പരിചയപ്പെടുത്തി കൊടുത്തു തന്നെ. പിന്നെ അവരങ്ങനെ പോയി. പിന്നെ പതുക്കെ നമ്മളും പിന്നെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാനേ തോന്നൂല. അത്രയ്ക്ക് രസമാണ് ഇവിടെ നിന്ന് കളിക്കാൻ. അവിടെ നിന്ന് വാങ്ങണ ചോറൊക്കെ എന്ത് ടേസ്റ്റ്. നമുക്ക് നല്ല ഇഷ്ടമാണ് ആ ചോറ്. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെ പോകണമായിരിക്കണമെങ്കിൽ നല്ല കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ആഗ്രഹം. പാപ്പ ഉമ്മയെ കളിയാക്കിയതാണ്. പക്ഷെ ഉമ്മ അത് വീഡിയോ എടുത്ത് നമ്മൾ പിന്നെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ലൊരു ജ്യൂസായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ഉമ്മയും കരിമ്പ് ജ്യൂസും വാപ്പായും അപ്പം കൂടി നാരങ്ങ വെള്ളമാണ് കുടിച്ചത്. കിട്ടിയപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു കുഞ്ഞു ട്രിപ്പിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.